നമ്മൾ മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയുമോ? നമ്മളിൽ ചില വ്യക്തികൾ എല്ലാവരെയും കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കും. ആ അമിത വിശ്വാസം അവരെ തന്നെ പല ചതിക്കുഴികളിലും കൊണ്ടെത്തിക്കും. നമ്മൾ സഞ്ചാരിയായി ഏതെങ്കിലും നാട്ടിലേക്ക് എത്ര തവണ പോയാലും ആ നാടിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് ആ സഞ്ചാരിക്ക് ഒരിക്കലും മനസ്സിലാകില്ല. അതവിടെ സ്ഥിരമായി ജീവിക്കുന്ന മനുഷ്യർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അതേ സാഹചര്യമാണ് പുതിയ കുടിയേറ്റക്കാർക്കും. കാരണം അവർക്ക് ആ നാട് എന്താണ് എന്ന് ഒരു പിടിയുമില്ല. അവർ വരുന്നു, അവരുടെ വിശ്വാസങ്ങളും അവരുടെ അറിവും ഈ നാട്ടിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല, ഇവിടെ എല്ലാവരും സത്യസന്ധന്മാരാണ് എന്നാണ്. അങ്ങനെ വിശ്വസിച്ച ഒരു സുഹൃത്തിൻ്റെ കഥയാണ് ഇന്ന് പറയുന്നത്. 2022 കാലഘട്ടത്തിലാണ് ഇദ്ദേഹം കാനഡയിലേക്ക് വരുന്നത്. കുട്ടികളൊന്നുമില്ല, അവനും ഭാര്യയും മാത്രം. ഇവർ വന്ന് ആദ്യത്തെ 2 മാസം ഒരു എയർബിഎൻബി ടെമ്പററി അക്കോമഡേഷനിലാണ് താമസിച്ചത്. കാരണം ആദ്യമായി വരുന്നതാണ്, ഇവിടെ അധികം ആൾക്കാരെ ഒന്നും പരിചയമില്ല. ഇവർ വന്ന് ഈ ടെമ്പററി അക്കോമഡേഷനിൽ താമസിച്ചുകൊണ്ട് ഒരു ഫ്ലാറ്റ് കണ്ടെത്തിയാണ്. ലോക പ്രശസ്തമാണ് വാൻകൂവർ റിയൽ എസ്റ്റേറ്റ്. കാരണം മറ്റൊന്നുമല്ല, വളരെ മോശം രീതിയിലുള്ള വീടുകൾക്ക് പോലും മില്യൺ കണക്കിന് ഡോളറാണ് ആ നഗരത്തിൽ. അതുകൊണ്ട് തന്നെ വാടകയും ആനുപാതികമായി വളരെ വളരെ ഉയരത്തിലാണ്. കാരണം വീടെന്ന് പറയുന്നത് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റുകൾ എന്ന് പറയുന്നത് ഈ നാടുകളിലൊക്കെ ഒരു മനുഷ്യന് ജീവിക്കാനും അവൻ്റെ കുടുംബം പുലർത്താനുമുള്ളത് മാത്രമല്ല. വീട്, അപ്പാർട്ട്മെൻറ്റുകൾ, കോണ്ടോസ് ഇതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? പുറം രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ബയേഴ്സിനെ ഈ നഗരങ്ങൾ അട്രാക്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് ചൈനയിൽ നിന്ന് അവർ വലിയ വലിയ വിലകൾ കൊടുത്ത് ഈ വീടുകൾ വാങ്ങിക്കൂട്ടും. അതുമാത്രമല്ല, ഈ പണം എത്തുന്നത് നേരായ രീതിയിൽ മാത്രമല്ല, പലതരത്തിലുള്ള മാർഗങ്ങളിലൂടെ ചൈനയിൽ നിന്നും ഹോങ്കോങ്ങിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും കാനഡയിലെ പ്രധാന നഗരങ്ങളിലേക്ക് പണമൊഴുകും. അങ്ങനെ ഏറ്റവും അധികം പണം വരുന്ന ഒരു നഗരമാണ് വാൻകൂവർ. അതുകൊണ്ട് തന്നെ വാടക ആനുപാതികമായിട്ട് വളരെ കൂടുതലാണ്. അങ്ങനെ അമിത വാടക കൊടുത്ത് ഒരു പഴയ ഫ്ലാറ്റിൽ ഇവർ താമസിക്കുകയാണ്. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. ഇവന് കുറേ സുഹൃത്തുക്കളെ കിട്ടുന്നു. ഈ സുഹൃത്തുക്കളെയൊക്കെ കാനഡയിൽ എത്തിയതിന് ശേഷം പരിചയപ്പെട്ടതാണ്. ഈ കുടിയേറ്റക്കാർക്കിടയിൽ ഒരു പൊതു സ്വഭാവമുണ്ട്. അവർ ഏതെങ്കിലും ഫംഗ്ഷന് പോകും, അവിടെ ചെന്ന് ഒരു 10-15 പേരെ പരിചയപ്പെടും, അവരെ വലിയ സുഹൃത്തുക്കളായിട്ട് കൊണ്ടു നടക്കും. എന്നാൽ ഇവർ എങ്ങനെയുള്ള ആൾക്കാരാണ്, ഇവരുടെ ചരിത്രം എന്താണ്, ഇവർ എവിടെ നിന്ന് വന്നതാണ്, ഇതൊന്നും ഇവർ തിരയില്ല. മലയാളിയാണ്, അതുകൊണ്ട് അവൻ എൻ്റെ സുഹൃത്താണ്. നിങ്ങളിൽ പലരും കരുതുന്നത് പോലെ സമാധാനം മാത്രം പൂത്തുലയുന്ന നാടൊന്നുമല്ല കാനഡ. അങ്ങനെ ഇവരുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ഇവർക്ക് എങ്ങനെയെങ്കിലും സ്വന്തമായി ഒരു ഫ്ലാറ്റ് വാങ്ങണം. കാരണം ഇവർ കരുതുന്നത് ഞങ്ങൾ വാടക ഏകദേശം $2,800 കൊടുക്കുന്നുണ്ട്. സ്വന്തമായി ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങുകയാണെങ്കിൽ ഈ വാടക കൊടുക്കുന്ന പണം മാസം മാസം മോർഗേജ് ആയിട്ട് EMI ആയിട്ട് അങ്ങ് അടച്ചാൽ മതി. കുറേ കാലം കഴിയുമ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റ് നമ്മുടെ സ്വന്തമാകും. അങ്ങനെ ഒരു ചിന്തയാണ് ഇവരുടെ മനസ്സിൽ. അങ്ങനെ ഇവൻ്റെ ഈ ആഗ്രഹം ഇവനൊരു സുഹൃത്തിനോട് പങ്കുവയ്ക്കുകയാണ്. സാധാരണ നമുക്കൊരു വീടോ അപ്പാർട്ട്മെൻറ്റോ ഒക്കെ വാങ്ങണമെങ്കിൽ നമ്മളൊരു റിയൽട്ടറിനെ സമീപിക്കും. അയാളാണ് നമുക്ക് വീടുകൾ കണ്ടെത്തി തരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. എപ്പോഴും വിശ്വസ്തനായ ഒരു റിയൽട്ടർ നമുക്കുള്ളത് നല്ലതാണ്. കാരണം ഈ മേഖലയിലുള്ള റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ള ചതിക്കുഴികളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ളത് അവർക്കാണ്. പക്ഷേ ഇവൻ്റെ സുഹൃത്തിനോട് പറയുകയാണ്, എനിക്കൊരു ഫ്ലാറ്റ് വാങ്ങണം. കാരണം ഈ സുഹൃത്ത് കാനഡയിൽ വാൻകൂവറിൽ വന്നിട്ട് 10 വർഷത്തിലധികമായി. അതുകൊണ്ട് തന്നെ അതുപോലൊരു വ്യക്തിയോട് അഭിപ്രായങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അവരിലൊരു വിശ്വാസം കാണും. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇവരെ സുഹൃത്തുക്കളായി കരുതുന്നത്. അപ്പോൾ ഈ സുഹൃത്ത് പറയുകയാണ്, എടാ, റിയൽട്ടറിനെ ഒന്നും സമീപിക്കേണ്ട ഒരാവശ്യവുമില്ല, നമുക്ക് പ്രൈവറ്റായിട്ട് അപ്പാർട്ട്മെൻറ്റുകൾ വാങ്ങാം, അല്ലെങ്കിൽ വീടുകൾ വാങ്ങാം, നീ ആ രീതിയിൽ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഇവൻ പറയുന്നു ശരി. അപ്പോൾ ഇവൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് പ്രൈവറ്റായിട്ട് അപ്പാർട്ട്മെൻറ്റുകൾ വാങ്ങേണ്ടത്? അപ്പോൾ സുഹൃത്ത് പറയുകയാണ്, നീ ആദ്യമേ ഒരു സെല്ലറിനെ കണ്ടുപിടിക്കുക, അതിനുശേഷം അദ്ദേഹവുമായിട്ട് വില പേശുക, വില പേശിയതിന് ശേഷം നീ ഒരു ലോയറെ കണ്ടെത്തുക, ആ ലോയർ മുഖാന്തരം പണം കൈമാറി ആധാരം നടത്തുക. ഇതാണ് പ്രോസസ്സ്. ഇവിടെ റിയൽട്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ല. പല ആൾക്കാരും പ്രൈവറ്റായിട്ട് സ്വന്തം വീടുകൾ വിൽക്കാറുണ്ട്. അങ്ങനെ വിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബ്രോക്കർക്ക് അല്ലെങ്കിൽ റിയൽട്ടർക്ക് കൊടുക്കേണ്ട കമ്മീഷൻ പൂർണ്ണമായി ഒഴിവാക്കാം. അതായത് റിയൽട്ടർ ഉണ്ടെങ്കിൽ വിൽക്കുന്ന വ്യക്തി നല്ലൊരു ശതമാനം കമ്മീഷൻ കൊടുക്കണം. അങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ഇവൻ പ്രൈവറ്റായിട്ട് പല സ്ഥലങ്ങളിലും അന്വേഷിക്കുന്നുണ്ട്. അതിനുശേഷം സെല്ലേഴ്സിനെ വിളിക്കുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ വീടുകൾക്ക് വലിയ ഡിമാൻഡാണ്. നമ്മൾ ഫോൺ എടുത്ത് ആ നമ്പറിൽ വിളിക്കുമ്പോഴത്തേക്ക് അവർ പറയും, ആ വീടിന്
ഞങ്ങൾ ചോദിച്ച വിലയെക്കാട്ടിലും കൂടുതൽ വിലയുമായി 3 ഓഫറുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്കൊരു ഓഫർ എഴുതി തരാം. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഓഫർ ചെയ്ത ആരാണോ അയാൾക്ക് വീട് കൊടുക്കും. സത്യത്തിൽ ആ കാലഘട്ടത്തിൽ വീട് വാങ്ങാൻ പെട്ട പാട് അന്ന് വീട് വാങ്ങിയവർക്ക് നന്നായി അറിയാം. ഒരു വീടിൻ്റെ വില $3 ലക്ഷം ആണെങ്കിൽ അതിൻ്റെ പിറകെ 10 പേര് കാണും. ഒരാൾ $3,05,000 കൊടുക്കും, ഒരാൾ $3,20,000 കൊടുക്കും, ചിലപ്പോൾ $4 ലക്ഷം ആയിരിക്കും ഓഫർ വില. അങ്ങനെ പല ഓഫറുകൾ വരും. ഈ ഓഫറിൽ ഏറ്റവും കൂടുതൽ ആരാണോ കോട്ട് ചെയ്യുന്നത് അയാൾക്കാണ് വീട് വിൽക്കുന്നത്. ഒരു കണ്ണും പൂട്ടിയുള്ള വിലപേശലാണ്. വീടുകളുടെ എണ്ണം കുറവാണ്, ഡിമാൻഡ് കൂടുതലാണ്. ഈ വീട് വാങ്ങാനുള്ള ആക്രാന്തത്തിൽ പലരും നല്ല വില കയറ്റി വയ്ക്കും. അങ്ങനെ ഒരുപാട് വില കൊടുത്ത് പലരും വീടുകൾ വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അവരൊക്കെ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ വീട് വാങ്ങുക എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ അലഞ്ഞ് ഇവൻ മടുത്തു. സ്വന്തമായി ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങണമെന്നുള്ള ആഗ്രഹം തന്നെ കുഴിയെടുത്ത് മൂടിയാലോ എന്ന് പോലും തോന്നിപ്പോയി എന്നാണ് ഇവൻ പറഞ്ഞത്. അങ്ങനെ ഒരു ദിവസം ഇവൻ ഈ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. സുഹൃത്തിൻ്റെ ഭാര്യയുണ്ട് വീട്ടിൽ, സുഹൃത്തുണ്ട്, ഇവനും ഭാര്യയും അവരോടൊത്തിരുന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സുഹൃത്ത് പറയുകയാണ്, എടാ ഞങ്ങൾ ഈ അപ്പാർട്ട്മെൻറ്റ് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, നിനക്ക് താല്പര്യമുണ്ടോ? അതങ്ങോട്ട് കേട്ടപ്പോഴേ ഇവൻ്റെ മനസ്സിൽ 1 ലഡു പൊട്ടി, 2 ലഡു പൊട്ടി, 3 ലഡുവും പൊട്ടി. കാരണം ഇവൻ്റെ ഈ സുഹൃത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റ് വളരെ ഇഷ്ടമാണ്. കാരണം താരതമ്യേന പുതിയൊരു അപ്പാർട്ട്മെൻറ്റാണ്. അധികം വർഷം പഴക്കമൊന്നുമില്ല, ഒരു 10 വർഷം പഴക്കമേ ഉള്ളൂ. അതൊരു വലിയ പഴക്കമൊന്നുമല്ല. ഈ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങിൻ്റെ പഴക്കം നമ്മൾ നോക്കുമ്പോൾ പല അപ്പാർട്ട്മെൻറ്റുകളും 40ഉം 50ഉം വർഷം പഴക്കമുള്ള അപ്പാർട്ട്മെൻറ്റുകളുണ്ട്, ഒരുപാട് പഴക്കമുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ പുതിയൊരു ബിൽഡിംഗാണ്. മാത്രമല്ല ഇതിരിക്കുന്നത് സ്കൈ ട്രെയിനിൻ്റെ തൊട്ടടുത്താണ്. സ്കൈ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മെട്രോ, അതിൻ്റെ തൊട്ടടുത്താണ്. യാത്രാ സൗകര്യമുണ്ട്. എല്ലാം കൊണ്ടും വളരെ നല്ല അപ്പാർട്ട്മെൻറ്റാണ്. ഇവൻ്റെ സുഹൃത്ത് പറയുകയാണ്, ഇത് വിറ്റിട്ട് ഞങ്ങൾക്കൊരു ടൗൺ ഹൗസ് മേടിക്കണം. ഈ ടൗൺ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്ന വീടുകളാണ്. ഇതങ്ങോട്ട് കേട്ടപ്പോഴേ ഇവൻ ചാടിക്കയറി പറയുകയാണ്, എടാ തീർച്ചയായിട്ടും എനിക്കിത് ഇഷ്ടപ്പെട്ടു, ഞാനിത് വാങ്ങാം, എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഇവൻ ഭാര്യയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ഭാര്യയ്ക്കും ഒരു കുഴപ്പവുമില്ല. 2 പേർക്കും ഈ അപ്പാർട്ട്മെൻറ്റ് വളരെയധികം ഇഷ്ടമാണ്. അങ്ങനെ 1 മാസത്തിന് ശേഷം ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് കുറച്ച് ഡൗൺ പേയ്മെൻ്റ് ഒക്കെ ഇട്ട് ഇവർ ഈ അപ്പാർട്ട്മെൻറ്റ് വാങ്ങുകയാണ്. പ്രൈവറ്റ് സെയിലാണ്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിയത് ഒരു ലോയർ മുഖാന്തരമാണ്, റിയൽട്ടറില്ല. ഈ ബിൽഡിങ്ങിനെ കുറിച്ച് യാതൊരു അന്വേഷണവും നടത്തിയിട്ടില്ല. കാരണം സ്വന്തം സുഹൃത്താണ് പറയുന്നത്, ഈ ബിൽഡിങ് വാങ്ങിക്കോളൂ, ഇതിന് കുഴപ്പങ്ങളൊന്നുമില്ല. അവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഇവനും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് വാടക മാത്രം മാസം കൊടുക്കുക, പിന്നെ ഇലക്ട്രിസിറ്റിയുടെ ബില്ലടയ്ക്കുക, ഹീറ്റ് പല സ്ഥലങ്ങളിലും ചിലപ്പോൾ അത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അധികം പണം കയ്യിൽ നിന്ന് ഇറങ്ങില്ല. എന്നാൽ സ്വന്തമായി ഒരു അപ്പാർട്ട്മെൻറ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കണം, അപ്പാർട്ട്മെൻറ്റിന് ഇൻഷുറൻസ് അടയ്ക്കണം. ഇതുകൂടാതെ ഇതിൻ്റെ പിറകിൽ വലിയൊരു കെണിയുണ്ട്. നിങ്ങൾ കേട്ടിട്ട് കാണും, കോണ്ടോ ഫീസ് അല്ലെങ്കിൽ സ്ട്രാറ്റ എന്ന് പറയും. ചില സ്ഥലങ്ങളിൽ സ്ട്രാറ്റ എന്ന് പറയും. കാനഡയിൽ പൊതുവെ കോണ്ടോ ഫീസ് എന്നാണ് പറയുന്നത്. ഇവൻ വാങ്ങിയ അപ്പാർട്ട്മെൻറ്റിന് ഏകദേശം $400 കോണ്ടോ ഫീസ്. അത് ഈ അപ്പാർട്ട്മെൻറ്റിൽ യൂണിറ്റ് സ്വന്തമായുള്ള എല്ലാവരും മാസം അടച്ചിരിക്കണം. ആ തുകയുടെ വലിയൊരു ഭാഗം പോകുന്നത് ഈ അപ്പാർട്ട്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ബിൽഡിംഗ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് കാനഡയിൽ ഏറ്റവും വലിയൊരു ചിലവാണ്. കാരണം ഇവിടെ ലേബറും മെറ്റീരിയൽസുമൊക്കെ വളരെ ചിലവേറിയതാണ്. അങ്ങനെ $2,800 ഒരു മാസം മോർഗേജ് അടയ്ക്കണം, ഇൻഷുറൻസ് അടയ്ക്കണം, പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കണം, കോണ്ടോ ഫീസ് അടയ്ക്കണം. ഇവന് കാര്യങ്ങൾ പിടിച്ചാൽ നിൽക്കാതെയായി. ആ കാലഘട്ടത്തിലാണ് ഇവൻ്റെ കുടുംബത്തിലേക്ക് മറ്റൊരാളൂടെ കടന്നു വരുന്നത്. അവർക്ക് ഒരു കുട്ടി ഉണ്ടാകുകയാണ്. ഈ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഈ 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് എന്തൊരു തലവേദനയാണ് എന്ന് മനസ്സിലായത്. അങ്ങനെ മാസങ്ങൾ കടന്നുപോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇവന് ഈ കോണ്ടോ അസോസിയേഷൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഇമെയിൽ വരികയാണ്. ആ ഇമെയിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഒരു $28,000 കോണ്ടോ ഫീസായി അടുത്ത മാസം അടയ്ക്കണം. ഈ ഇമെയിൽ കണ്ടപ്പോഴേ ഇവനങ്ങ് ഞെട്ടിപ്പോയി. എന്താണ് സംഭവം? മാസം ഞാൻ അടയ്ക്കുന്നത് വെറും $400 കോണ്ടോ ഫീസായിട്ട്. അതുപോലും എനിക്ക് താങ്ങാനാവുന്നില്ല. അപ്പോഴാണ് അടുത്ത മാസം $28,000 ഞാൻ കോണ്ടോ ഫീസിൻ്റെ ഭാഗമായി അടയ്ക്കണമെന്ന് പറയുന്നത്. ഇത് വായിച്ചങ്ങോട്ട് തീർന്നപ്പോഴേ ഇവൻ്റെ നെഞ്ച്
പടാന്നിരിക്കാൻ തുടങ്ങി. നമ്മുടെ നാട്ടിലെ പല വ്യക്തികളും കരുതുന്നത് കുടിയേറി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊട്ടക്കണക്കിന് പണം വീട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ്. സത്യത്തിൽ ഈ കുടിയേറി വരുന്നവരിൽ ആദ്യ കാലഘട്ടത്തിൽ ഭൂരിഭാഗം പേരും പേച്ചെക്ക് ടു പേച്ചെക്കാണ് ജീവിക്കുന്നത്. അവർക്ക് കിട്ടുന്ന വരുമാനവും അവരുടെ ഭാര്യയ്ക്ക് കിട്ടുന്ന വരുമാനവും ഒക്കെ ഈ വീടുകൾക്ക് വേണ്ടിയും ഇവിടുത്തെ ജീവിത ചെലവിനുമാണ് അവർ ചിലവാക്കുന്നത്. പണ്ട് കാലത്തെ ഒരു 20 വർഷം മുൻപുള്ള ജീവിത സാഹചര്യമല്ല ഇന്ന് യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലുമൊക്കെ. ജീവിത ചെലവ് വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്നുള്ള അമിത ചെലവുകൾ താങ്ങാൻ പലർക്കുമാകില്ല. ഈ $28,000 ഇവൻ എവിടെ നടക്കും? ഇതോർത്ത് ഇവനാകെ ആവലാതിയായി. ഇവൻ ആദ്യം തന്നെ സ്ട്രാറ്റ ഓഫീസിലേക്ക് അല്ലെങ്കിൽ കോണ്ടോ അസോസിയേഷൻ്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് എനിക്ക് $28,000 ബില്ല് അയച്ചത്? അവർ പറയുകയാണ്, ഈ ബിൽഡിങ്ങിന് 1 വർഷം മുമ്പ് ഒരു വലിയ സ്ട്രക്ചറൽ ഇഷ്യൂ കണ്ടെത്തിയതാണ്. 15 വർഷം മുമ്പ് ഈ ബിൽഡിംഗ് പണിഞ്ഞപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്ട്രക്ചറൽ ഇഷ്യൂ ഉള്ളത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇൻഷുറൻസ് കമ്പനിക്കാരെ കവർ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കാനുള്ള ഒറ്റ മാർഗം നമ്മളുടെ റിസർവ് ഫണ്ടിൽ നിന്നും പണം കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ മാസാമാസം ഇവരൊക്കെ അടയ്ക്കുന്ന കോണ്ടോ ഫീസിൻ്റെ അല്ലെങ്കിൽ സ്ട്രാറ്റ ഫീസിൻ്റെ ഒരു വലിയ ഭാഗം ഡെയിലി മെയിൻ്റനൻസിനാണ് പോകുന്നത്. പിന്നെയുള്ള തുക ഇവർ റിസർവ് ഫണ്ടായിട്ട് മാറ്റിവെക്കും. ഇതുപോലെയുള്ള എമർജൻസി സാഹചര്യത്തിൽ ആ ഫണ്ട് ഉപയോഗിച്ചാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നത്. എന്നാൽ ഈ സ്ട്രക്ചറൽ ഇഷ്യൂ പരിഹരിക്കാനായിട്ട് ആ മാറ്റിവെച്ചിരിക്കുന്ന റിസർവ് ഫണ്ട് തികയില്ല. അതായത് ബാക്കി വരുന്ന തുക ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റുകൾ സ്വന്തമായുള്ള വ്യക്തികൾ പോക്കറ്റിൽ നിന്ന് കൊടുക്കേണ്ടി വരും. ഇതങ്ങോട്ട് കേട്ടപ്പോഴേ ഇവൻ്റെ പാതി ജീവൻ പോയി. ഇത് കൊടുക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഈ ബിൽഡിങ്ങിന് എന്തെങ്കിലും സ്ട്രക്ചറൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇത് ഒരു കാലത്തും പരിഹരിച്ചില്ലെങ്കിൽ ഇത് വിൽക്കാൻ പോലും സാധിക്കില്ല. എന്താണ് സംഭവിക്കുക എന്നുള്ള ആവലാതിയിൽ ഈ ബിൽഡിങ്ങിനകത്ത് കിടന്നുറങ്ങാൻ പോലും പറ്റില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇവർക്കൊക്കെ പേടിയാവില്ലേ? അതുകൊണ്ട് പണം കൊടുക്കാൻ തന്നെ ഇവരൊക്കെ തീരുമാനിക്കുകയാണ്. എല്ലാവരും സ്വന്തം പോക്കറ്റിൽ നിന്ന് $28,000 വെച്ച് കൊടുക്കുകയാണ്. ഇവന് ക്രെഡിറ്റ് കാർഡിൽ നിന്നും പണമെടുത്ത് ഈ പണം അടയ്ക്കുകയാണ്. അങ്ങനെ മാസങ്ങൾ കടന്നു പോവുകയാണ്. ഇവർ രണ്ടുപേരും തീരുമാനിക്കുകയാണ്, നമുക്ക് ഈ അപ്പാർട്ട്മെൻറ്റ് അങ്ങ് വിൽക്കാം. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇനി ഭാവിയിൽ വരാൻ പോകുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വിറ്റൊഴിവാക്കുക. അതാണ് ഏറ്റവും സ്മാർട്ടായ തീരുമാനം. പക്ഷേ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഈ ബിൽഡിങ്ങിനുണ്ടായ സ്ട്രക്ചറൽ ഇഷ്യൂസ് ഡിസ്ക്ലോസ് ചെയ്യാതെ ഇവനിത് വിൽക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മലയാളിയുടെയോ കുടിയേറ്റക്കാരൻ്റെയോ ഒക്കെ തലയിൽ കെട്ടിവെക്കണം. ഇനി അഥവാ അവൻ ഇത് മനസ്സിലാക്കി കേസ് കൊടുത്താൽ കുടുങ്ങും. വെള്ളക്കാർക്കോ ചൈനക്കാർക്കോ ഒക്കെ വിറ്റ് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കേസ് കൊടുക്കും. നല്ല 8ൻ്റെ പണി കിട്ടും. അതുകൊണ്ട് ഇവന് നിയമപരമായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാമെന്ന് തീരുമാനിക്കുകയാണ്. ഒരു റിയൽറ്ററിനെ വിളിക്കുകയാണ്. അയാളോട് കാര്യങ്ങൾ പറയുന്നു. അയാൾ പറയുകയാണ്, നമുക്ക് MLS-ൽ ലിസ്റ്റ് ചെയ്യാം. ഈ MLS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടികൾ വിൽക്കാനുള്ള സംവിധാനമാണ് MLS. അങ്ങനെ 1 ആഴ്ച കഴിയുന്നു, 2 ആഴ്ച കഴിയുന്നു, 3 ആഴ്ച കഴിയുന്നു, 1 മാസം കഴിഞ്ഞിട്ടും ആരും ഈ വീട്, ഈ അപ്പാർട്ട്മെൻറ്റ് വാങ്ങാൻ തയ്യാറാകുന്നില്ല. കാരണം കാനഡയിലെ റിയൽ എസ്റ്റേറ്റ് രംഗം പതിയെ താഴേക്ക് പോകാൻ തുടങ്ങിയിരിക്കുകയാണ്. ജനങ്ങളുടെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് തന്നെ ഇത് വാങ്ങാൻ ആളില്ല. അങ്ങനെ ഇവനൊരു വലിയ കെണിയിൽപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റുകൾക്ക് ആവശ്യക്കാരുള്ളത് കാനഡയിലെ ഇമിഗ്രേഷൻ ഉള്ളതുകൊണ്ടാണ്. കാരണം കുട്ടികൾ വരും, ബാച്ചിലേഴ്സ് വരും. ഇവർക്കൊക്കെ താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഈ 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റുകൾ വാങ്ങുന്നത് വാടകയ്ക്ക് കൊടുക്കാനായിട്ട്. കുടുംബങ്ങൾക്ക് ഈ 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റുകളോട് വലിയ താല്പര്യമില്ല. അവർക്ക് 2 ബെഡ്റൂം മുതൽ 3 ബെഡ്റൂം, 4 ബെഡ്റൂം, അല്ലെങ്കിൽ ഒരു ടൗൺ ഹൗസ്, അല്ലെങ്കിൽ ഒരു ഡീറ്റാച്ച്ഡ് ഹൗസ്, ഇതൊക്കെയാണ് അവർക്ക് താല്പര്യം. അതുമാത്രമല്ല മറ്റൊരു വലിയ വാർത്ത കൂടി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ ദ ബിഗ് വൺ എന്ന് കേട്ടിട്ടുണ്ടോ? വാൻകൂവർ മേഖലയിൽ വരാനിരിക്കുന്ന ഏറ്റവും വലിയ ഭൂകമ്പത്തെയാണ് ദ ബിഗ് വൺ എന്ന് വിളിക്കുന്നത്. എന്ന് വരുമെന്ന് സയൻറ്റിസ്റ്റുകൾക്ക് അറിയില്ല. പക്ഷെ അവർക്കൊരു കാര്യം അറിയാം, ഒരിക്കൽ അത് സംഭവിക്കും. ആ ഭൂകമ്പത്തിൻ്റെ ശക്തി മാഗ്നിറ്റ്യൂഡ് 9 വരെ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ എല്ലാ വർഷവും പുറത്തേക്ക് വരും. ഇവൻ്റെ കഷ്ടകാലത്തിന് ആ സമയത്താണ് ഈ വാർത്തകൾ വീണ്ടും പുറത്തേക്ക് വരുന്നത്. ഇതൊക്കെ കണക്കിലെടുത്ത് ആൾക്കാർ അപ്പാർട്ട്മെൻറ്റ് വാങ്ങുന്നതിൽ നിന്ന് പതിയെ പിൻവലിഞ്ഞ് നിൽക്കുകയാണ്.
എൻ്റെ ഈ സുഹൃത്ത് ഇപ്പോഴും ആ 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിൽ സ്വന്തം മകളോടും ഭാര്യയോടുമൊപ്പം വിഷമിച്ച് ജീവിക്കുകയാണ്. ഇവർക്കിനിയും ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഈ അപ്പാർട്ട്മെൻറ്റ് അടച്ച് തീരുന്നിടം വരെ അവിടെ ജീവിക്കുക, പിന്നെ അത് വാടകയ്ക്ക് കൊടുക്കുക, മറ്റെവിടെയെങ്കിലും പുതിയൊരു വീട് വാങ്ങുക. അതിനൊക്കെ ഒരുപാട് പണം വേണം. അതിന് അവനെക്കൊണ്ട് സാധിക്കുമോ എന്ന് അവന് പോലും അറിയില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ കണ്ണും പൂട്ടി വിശ്വസിക്കുകയാണെങ്കിൽ അത് ഇവിടെ നിർത്തുക. നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മാത്രമാണ്, മറ്റാരും ആ നന്മ ആഗ്രഹിക്കില്ല. കണ്ണും പൂട്ടി ആരെയും വിശ്വസിക്കാതിരിക്കുക. പല കാര്യങ്ങളും പല തരത്തിൽ ചിന്തിക്കുക. നമ്മളുടെ ചാനലുകളൊക്കെ കാണുക, ഈ വിവരങ്ങൾ മനസ്സിലാക്കുക. എന്നോട് ഈ വിവരങ്ങൾ പറയുന്ന സുഹൃത്തുക്കളുടെയും എൻ്റെയും ആഗ്രഹം നിങ്ങൾ ഇതുപോലെയുള്ള കെണികളിൽ പോയി പെടരുത് എന്നതാണ്. ബിക്കോസ് വി കെയർ അബൌട്ട് യു. അടുത്തയാഴ്ച മറ്റൊരു കഥയുമായി കാണാം. ടേക്ക് കെയർ.